യാദവേ, എന്തോ ഇന്ന് നമ്മൾ ഏത് രാഗമാണ് വായിക്കുന്നത്? നമുക്ക് ഇച്ചിരി സന്തോഷം തരുന്ന രാഗം എടുക്കാം. ഏതാ? നമുക്ക് വലച്ചി എടുത്താലോ? പിന്നെന്താ? ഓക്കെ. ആ, യാദവേ, എന്തോ നന്നായിട്ട് വായിച്ചു കേട്ടോ. ആ അപ്പോൾ രാഗം വലച്ചി. വലച്ചി. ഈ വലച്ചി രാഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? വലച്ചി രാഗം നമ്മൾ എവിടെ വെച്ച് കേട്ടാലും നമുക്ക് നല്ല സന്തോഷം തരും. ആ, ഇപ്പം നമ്മൾ വിഷമഘട്ടങ്ങളിലാണെങ്കിലും ദുഃഖങ്ങളിലാണെങ്കിലും നമ്മൾ ആ ദുഃഖത്തിൽ നിന്ന് മാറ്റി നമ്മൾ നല്ല ആനന്ദം നിറഞ്ഞ ഒരു പൂന്തോട്ടത്തിലേക്ക് കൊണ്ടു ചെല്ലുന്ന ഒരു പ്രതീതി തരും. ഓ, അത് ശരി. അത്രയും വളരെ സുഖകരമായ സന്തോഷപ്രദമായിട്ടുള്ള രാഗമാണ് വലച്ചി. ആ, അപ്പോൾ ഈ രാഗം വളരെ പ്രസിദ്ധമാണ് കേട്ടോ. അപ്പോൾ അത് കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും സിനിമാ സംഗീതത്തിലുമൊക്കെ വളരെയേറെ ഉപയോഗിച്ചിട്ടുള്ള ഒരു രാഗമാണ് വലച്ചി. അപ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഈ രാഗത്തിനോട് സാമ്യമുള്ള ഒരു രാഗമാണ് കലാവതി. പിന്നെ ഈ രാഗത്തിന് എന്ത് പ്രത്യേകതയുള്ളത്? പിന്നെ ഇതൊരു ഔഡവ രാഗമാണ്. ഓ, ഔഡവാകുമ്പോഴത്തേക്ക് 5 സ്വരങ്ങൾ. ഓ, 5 സ്വരങ്ങൾ. അപ്പോൾ ഈ 5 സ്വരമായി പോയല്ലോ. ആ, അപ്പോൾ അതൊരു ജന്യരാഗമായിരിക്കും അല്ലയോ? ആ ആ ആ, അത് ശരി. അപ്പോൾ ഇതിൻ്റെ ജനകരാഗം ഏതാണ്? ജനകരാഗം 16ാമത്തെ മേളക്കർത്ത രാഗമായ ചക്രവാഹം. ആ, പിന്നെ 28ാം മേളക്കർത്ത രാഗമായ ഹരികാംബോജി. ഓ, അപ്പോൾ അതിൻ്റെ ചില സ്വരങ്ങളുടെ പ്രത്യേകത കൊണ്ടായിരിക്കണം ഹരികാംബോജിയുടെ ജന്യം എന്ന് വിദ്വാൻമാരൊക്കെ പറയുന്നത് അല്ലയോ? ആ, അതുപോലെ ചക്രവാകത്തിൻ്റെയും. അത് കൂടാതെ വേറെയും ചില രാഗങ്ങളുടെ ജന്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജന്യരാഗം എന്ന് പറഞ്ഞാൽ ജനിച്ചത് അല്ലയോ? ഒരു പുത്രരാഗം അല്ലെങ്കിൽ പുത്രി രാഗം എന്നൊക്കെ പറയാം. അപ്പോൾ ജനകരാഗം എന്ന് വെച്ചാൽ അച്ഛൻ രാഗം അല്ലയോ? അപ്പോൾ ഈ രാഗം ജന്യരാഗമാണ്, ഒരു ഔഡവരാഗമാണ്. പിന്നെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പിന്നെ ഇത് വെറും ഒരു ഔഡവ രാഗമല്ല. ആ, 5 സ്വരങ്ങളിലും ആരോഹണത്തിലും അവരോഹണത്തിലും ഒരേ സ്വരസ്ഥാനങ്ങളായിരിക്കും. ഓ, അത് ശരി. അപ്പോൾ ഈ രാഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണെന്ത്? ഒരേ സ്വരസ്ഥാനങ്ങൾ തന്നെയാണ് ആരോഹണത്തിലും അവരോഹണത്തിലും വരുന്നത്. അങ്ങനെയുള്ള രാഗങ്ങൾക്ക് നമ്മളൊരു പേര് വിളിക്കാറുണ്ട്, ഉപാംഗരാഗം അല്ലയോ? അങ്ങനെയുള്ള രാഗങ്ങൾക്ക്. അപ്പോൾ ഇതിലെ സ്വരസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഷഡ്ജം, ഗാന്ധാരം, അന്തരഗാന്ധാരം, പഞ്ചമം, ചതുർശ്രുതി ദേവതം, കൈശികി നിഷാദം, ഷഡ്ജം. അപ്പോൾ ഷഡ്ജം, അന്തരഗാന്ധാരം, പഞ്ചമം, ചതുർശ്രുതി ദൈവതം, കൈശികി നിഷാദം, ഇത്രയാണ് ഇതിലെ സ്വരസ്ഥാനങ്ങൾ. അപ്പോൾ ഈ രാഗത്തിന് ഇനി എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ?
പിന്നെ ഇതൊരു പെൻറ്റാറ്റോണിക് ആ സ്കെയിലാണ് അല്ലയോ? അങ്ങനെയാണ് വെസ്റ്റേൺ സംഗീതത്തിൽ അറിവ്. പറയുന്നത് അല്ലയോ? ഉം. പിന്നെ ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലയോ? ആ അപ്പോൾ ഇനി നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും. ആ അപ്പോൾ അത് അവർ കമൻ്റായിട്ട് ഇടട്ടെ അല്ലയോ? ആ ആ അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ഒരു മനോഹരമായ കൃതിയാണ്. ഉം. ജാലന്ധര. സുബീഡസ്തേ. അതെ. ഇത് ആരാണ് രചിച്ചത്? ഹരികേശൻ നല്ലൂർ മുത്തയ്യ ഭാഗവതർ. അതെ അതെ അതെ. മഹാനായ വാഗ്ഗേയകാരൻ ഹരികേശ നല്ലൂർ മുത്തയ്യ ഭാഗവതർ രചിച്ച കൃതിയാണ് ജാലന്ധര സുബീഡസ്തേ. മനോഹരമായിട്ടുള്ള കൃതിയാണ് കേട്ടോ. ഈ രാഗത്തിൻ്റെ സ്വരങ്ങളുടെ എല്ലാ സ്വഭാവങ്ങളും ഈ കൃതിയിൽ വന്നിട്ടുണ്ട്. ആ അപ്പോൾ ഇത് ഏത് താളത്തിലാണ്? രൂപകം. രൂപക താളത്തിലാണ്. അപ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള ആ കൃതിയുടെ ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. ഉം. എന്താ?